അമ്മമാരുടെ പ്രോത്സാഹനമാണ് കുഞ്ഞുങ്ങളെ രക്ഷിക്കുന്നത്. എപ്പോഴും അമ്മമാരും മാതാപിതാക്കൾ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം എല്ലാ കാര്യത്തിലും. പിന്നെ ഇപ്പോഴും കാലത്ത് എന്ന് പറഞ്ഞാൽ എല്ലാം പഠിച്ചാലും പേടിയാണ്. അപ്പം അങ്ങനെ പോകുന്നവർക്ക് റേക്കി ഹീലിംഗ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഞാൻ കുറേ പേർക്ക് ചെയ്യുന്നുണ്ട്. റേക്കി ഹീലിംഗ് ചെയ്യാന്ന് പറയും. ആ കുട്ടികളുടെ നമുക്കിപ്പം 7 ചക്രങ്ങളാണ് ഉള്ളത് നമ്മുടെ ശരീരത്തിൽ. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഘൃതം, വിശുദ്ധിചക്രം, ആജ്ഞാചക്രം, സഹസ്രാരം, ഇങ്ങനെയുള്ള ചക്രങ്ങളുണ്ട്. ഈ ചക്രങ്ങളെ പറ്റി കുട്ടികൾക്ക് മാതാപിതാക്കൾക്ക് ചിലപ്പോൾ മാതാപിതാക്കൾക്ക് പറയായിരിക്കും, കുട്ടികൾക്ക് അറിയണമെന്നില്ല. നമ്മളോട് കുട്ടി പരീക്ഷയ്ക്ക് പോകണം, എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ റേക്കി ഹീലിംഗ് ആണ്. അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റിരുന്ന് നിശബ്ദമായിരിക്കണം, ഫോൺ വിളിയൊന്നും വരാൻ പാടില്ല. ആ സമയത്തിരുന്ന് ഈ കുട്ടിയുടെ ഫോട്ടോ ഉണ്ടാവും, ഈ കുട്ടിയുടെ ഫോട്ടോ അയച്ചു തരാൻ പറയും. ഈ ഫോട്ടോ നോക്കിയിട്ട് ഈ കുട്ടിയുടെ ഓരോ ചക്രത്തിലും നമ്മൾ ഹീൽ ചെയ്യും. ചക്രത്തിൽ ഹീൽ ചെയ്യുമ്പോൾ നമുക്കറിയാം എവിടെ ബ്ലോക്ക് എന്ന്. ആ ബ്ലോക്കിലെടുത്ത് കൂടുതൽ ടൈം ഹീൽ ചെയ്ത് ആ എക്സാമുള്ള ദിവസങ്ങളിലൊക്കെ ഹീൽ ചെയ്ത് കഴിയുമ്പോൾ ഈ കുട്ടി ഓക്കെ ആവും പരീക്ഷയ്ക്ക് പോകാൻ. അതെൻ്റെ അനുഭവമാണ്. ഞാൻ വർഷങ്ങളായിട്ട് ചെയ്യുന്ന കാര്യമാണ് ഈ ഹീലിംഗ് ഒക്കെ. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാം. ഹീലിംഗ് പഠിത്തം കഴിഞ്ഞ ശേഷമാണല്ലോ പഠിച്ചത്, പക്ഷേ ഇപ്പോൾ നമുക്ക് കുട്ടികൾക്ക് ചെയ്യാം. അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയ ആൾക്കാർക്ക് ഈ റേക്കി എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് കേട്ടോ. പ്രഗ്നൻ്റ് ആയ ആൾക്കാർക്ക് ടെൻഷനാണ്. ഒരു പ്രാവശ്യം അബോർഷൻ ആക്കി ഇനി അടുത്ത പ്രാവശ്യം പോകുമെന്ന് പേടിയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ഹീൽ ചെയ്ത് കൊടുക്കും. ആ കുഞ്ഞിനെ നമ്മൾ ഹീൽ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യും. അത് 10 മാസം നമ്മൾ ചെയ്യും. അങ്ങനെ ഇപ്പോൾ സുഖമായിട്ട് പ്രസവിച്ച എത്രയോ പേരുണ്ടെന്നറിയാം.